പ്രധാന വാർത്തകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ഇടത് സർക്കാരിന്റെ മുഖം വികൃതമാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായി അയ്യപ്പ മഹാസംഗമം മാറിയെന്നും VD സതീശൻ. രാഹുൽ വിഷയത്തിൽ ആരും ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്നും ഘടകകക്ഷികളെയും രാഹുലിനെതിരെ എടുത്ത നടപടി അറിയിച്ചിട്ടുണ്ടെന്നും VD സതീശൻ. പാലക്കാട് UDF നയവിശദീകരണ യോഗം. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നഗരസഭാ ഓഫീസിലേക്ക് CPM മാർച്ച്. BJPയുടേത് രാഷ്ട്രീയ അല്പത്തരമെന്നും സുരേഷ് ബാബു. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെയുള്ള KT ജലീലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. രാഹുലിന് എതിരായ ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ താൽപര്യം. തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് വികസനമെന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്നും മരക്കാർ മാരായമംഗലം. KT ജലീലിന് വിവരങ്ങൾ ചോർത്തി നൽകി എന്ന ആരോപണം നേരിടുന്ന തിരുവേഗപ്പുറ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ. തന്നെ അപകീർത്തിപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തുകയും FB പോസ്റ്റ് ഇടുകയും ചെയ്ത KT ജലീലിനെതിരെ നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടിയെന്നും തിരുവേഗപ്പുറ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ. ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് പോലും സ്വന്തം വീട്ടിനകത്ത് ഒരു കാര്യം പോലും അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതായും ഇതിനെല്ലാം മാറ്റം വരണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ. അമ്മ മാനസം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കേരളശ്ശേരിയിൽ. പദ്ധതി പ്രാവർത്തികമാക്കുന്നത് പഞ്ചായത്ത് കുടുംബശ്രീയുടെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ 1 കോടി രൂപ ചിലവിൽ ഗ്രൗണ്ട് നവീകരണം നടപ്പാക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. സാങ്കേതിക നടപടികൾ ആരംഭിച്ചതായും വൈകാതെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നും MLA. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും നവീകരിച്ച VHS കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം താമസിക്കുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചു. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. 10,000-ഓളം രൂപ മോഷണം പോയതായി നിഗമനം. വാർത്തകൾ വിശദമായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ഇടത് സർക്കാരിന്റെ മുഖം വികൃതമാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായി അയ്യപ്പ മഹാസംഗമം മാറിയെന്നും VD സതീശൻ. രാഹുൽ വിഷയത്തിൽ ആരും ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്നും ഘടകകക്ഷികളെയും രാഹുലിനെതിരെ എടുത്ത നടപടി അറിയിച്ചിട്ടുണ്ടെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വൻ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. പാലക്കാട് UDF നയവിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഘടകകക്ഷികളെയും രാഹുലിനെതിരെ എടുത്ത നടപടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഇടത് സർക്കാരിന്റെ മുഖം വികൃതമാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായി അയ്യപ്പ മഹാസംഗമം മാറി. തകർന്നാൽ കേന്ദ്രത്തിൻ്റേത്, തകർന്നില്ലെങ്കിൽ തങ്ങളുടേത് എന്ന നിലപാടാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഇടതു സർക്കാർ സ്വീകരിക്കുന്ന നയം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വൻ ക്രമക്കേട് നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഓരോ UDF പ്രവർത്തകരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലെത്തി. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇരുന്ന്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇരുന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനം പാലക്കാട് MLAയുടെ കാര്യത്തിൽ നടപ്പാക്കുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതാണ് തീരുമാനം. ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് UDFിലെ ഘടകകക്ഷികളെ അറിയിച്ചു. ആരെങ്കിലും ഒരു വ്യക്തി എടുത്ത തീരുമാനമല്ല. മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ചിലപ്പോൾ മറ്റു പാർട്ടികൾ എടുത്തു കാണില്ല. അതുപോലത്തെ തീരുമാനം മറ്റു പാർട്ടികളുടെ മുമ്പിൽ ആ വിഷയങ്ങൾ വന്നപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞതാണ്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാർട്ടി അറിയിച്ചത്. അതിന് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും. ഏത് പാർട്ടിയിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അത് ഘടകകക്ഷി നേതാക്കളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ നിയമസഭയിൽ സ്പീക്കറെയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതൊരു സംഘടനാപരമായ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അടുത്ത 2026 ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നു,
100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് 100-ലധികം സീറ്റുമായി നിസാര വിജയം. UDF കൺവീനർ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ, ബാലഗോപാൽ, KA തുളസി, രമ്യ ഹരിദാസ്, VS വിജയരാഘവൻ, കലാധരൻ, നിശ്ചലാനന്ദൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. രാഹുൽ വിവാദത്തിനു ശേഷം ആദ്യമായാണ് പ്രതിപക്ഷ നേതാവ് പാലക്കാട് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPM പാലക്കാട് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ നഗരസഭ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങളെന്ന തലക്കെട്ടിൽ CPM ഡിവിഷൻ കമ്മിറ്റികൾ 3 ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ശേഷമാണ് CPM മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭ ഓഫീസ് മാർച്ച് നടത്തിയത്. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നടത്തിയ വികസനം കേന്ദ്രത്തിൻ്റേതാക്കി മാറ്റാൻ പാട്ടുപാടി നടക്കുന്നത് രാഷ്ട്രീയ അൽപ്പത്തമാണ്. ഓണക്കാലത്ത് കേരള സർക്കാർ അനുവദിച്ച ബോണസ് പോലും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നൽകാത്ത നഗരസഭയാണ് പാലക്കാട്. 10 വർഷക്കാലം പാലക്കാടിൻ്റെ വികസനം തകർത്തതിൻ്റെ ഉത്തരവാദിത്വം BJP ഭരണസമിതിക്കാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുത്ത് പ്രധാനമന്ത്രി പദ്ധതിയാക്കി പ്രചരണം നടത്തുന്നതും BJPയുടെ രാഷ്ട്രീയ അൽപ്പത്തമാണെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. 5 വർഷം മുമ്പുള്ള വയസ്സ് ഒന്ന് കൂടിയെന്നല്ലാതെ യാതൊരു മാറ്റമില്ല. ഉണ്ടാവില്ല. അതാണ് CPM തരുന്ന ഗ്യാരണ്ടി. ഞങ്ങളുടെ കൗൺസിലർമാർ 1 ആണെങ്കിലും 2 ആണെങ്കിലും 4 ആണെങ്കിലും 7 ആണെങ്കിലും 10 ആണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാനുള്ള അളവിലേക്ക് ഞങ്ങൾ മാറിയാലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ യഥാസമയം കൈകാര്യം ചെയ്യുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടി CPM ആണ്. കോർപ്പറേഷനുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങളെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്താൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടാൻ ഞങ്ങൾക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, V സരള, CP പ്രമോദ്, അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെയുള്ള KT ജലീലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. രാഹുലിനെതിരായ ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ താൽപ്പര്യമാണെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് വികസനം എന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. മുസ്ലിം ലീഗ് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണങ്ങൾ. ഒരു പണിയുമില്ലാതെ ഫിറോസ് തേരാപ്പാര നടക്കുന്നുവെന്ന് പറഞ്ഞ ജലീൽ അതേ നാവുകൊണ്ടാണ് ഫിറോസിന്റെ തൊഴിലിനെക്കുറിച്ച് പറയുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയം വേണ്ടെന്നും തൊഴിലെടുക്കണമെന്നുമാണ് ലീഗ് നിലപാട്. ആദ്യം പറഞ്ഞത് യാതൊരു ജോലിയില്ലാത്ത, ഒരേർപ്പാടുമില്ലാത്ത, നട്ടം തിരിഞ്ഞ് നടക്കുന്ന, തേരാപ്പാര നടക്കുന്ന ഒരു നേതാവിന് എങ്ങനെ ഈ വീടുണ്ടായി, എങ്ങനെ ഈ സൗകര്യങ്ങളുണ്ടായിരുന്നു? ആ നാവ് കൊണ്ട് തന്നെ ഇപ്പൊ പറയുന്നത് അവിടെ ഹോട്ടലുണ്ട്, ഇവിടെ ഹോട്ടലുണ്ട്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ ആവരുത് എന്നുള്ളതാണ്. തൊഴിൽ വേണം, കച്ചവടം വേണം, ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണം. അപ്പൊ ഞങ്ങൾ തന്നെ തൊഴിലെടുക്കാതെ ഒരു ഏർപ്പാടും ചെയ്യാതെ ഞങ്ങളുടെ പ്രവർത്തകർ താരാപാര നടക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഉപദേശം അത് ചെയ്യരുതെന്നാണ്. ആര് പറയുന്നത്? ആര് ശമ്പളം വാങ്ങുന്നത്? ശമ്പളം? എന്ത് ശമ്പളം? ജോലിയോ? ഞാൻ ചോദിക്കട്ടെ, ഗൾഫിൽ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ട്ണറാവാം, നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി, എനിക്കും പാർട്ട്ണറാവാം. പ്രത്യേകിച്ച് ദുബൈയിലൊക്കെ UAE നല്ല സൗകര്യങ്ങളാണ്. അവർ കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് നല്ല മതപരമായി ചിന്തിക്കുന്ന ആളുകൾ ഡീൽ ചെയ്യുന്നുണ്ട്.
അവരതിന്റെ വീതം നമുക്ക് തരും. എന്തായാലും തെറ്റ് കമ്മീഷൻ എന്ത് കമ്മീഷൻ? പാർട്ണർ അല്ലാതെ ആരെ കമ്മീഷൻ കൊടുക്കുക? രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ താൽപര്യമാണ്. അമ്പുകൊള്ളാത്ത ഗുരുക്കളിൽ നിന്ന് എല്ലാവരും ഓർക്കണം. രാഹുലിനെതിരെ പറയുന്നവർക്കെതിരെ തിരിച്ചു പറയാൻ അതിലേറെയുണ്ടെന്നും ഓർക്കണം. ലീഗിനോ UDF-നോ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഭയവും ആശങ്കയുമില്ല. 18 വർഷത്തിനു ശേഷമാണ് ലീഗ് പാലക്കാട് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പോഷക സംഘടനാ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ആദ്യകാല 77 നേതാക്കളെ സ്മരിച്ച് 77 പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് വികസനമെന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഇതിനെതിരെ ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ജനകീയാസൂത്രണ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതിനെതിരെ സമ്മേളനത്തിൽ ദുർബലപ്പെടുത്തുന്ന അധികാര വികേന്ദ്രീകരണമെന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ലീഗ് ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബ്, കുഞ്ഞാലിക്കുട്ടി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, അബ്ദുൾ സമദ് സമദാനി MP ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കളും 600 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. സീറ്റ് ചർച്ചയോ സീറ്റ് വെച്ചു മാറ്റൽ സംബന്ധിച്ച ചർച്ചയോ നടന്നിട്ടില്ലെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. അഡ്വക്കേറ്റ് TS സിദ്ദിഖ്, PE സലാം മാസ്റ്റർ, MM ഹമീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KT ജലീലിന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണം നേരിടുന്ന തിരുവേഗപ്പുറ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റിനെ യൂത്ത് ലീഗിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്ന് യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ. ജലീൽ പഴയ സുഹൃത്താണെന്നും ഇപ്പോഴും ബന്ധമുണ്ടെന്നും എന്നാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തങ്ങൾ സംസാരിക്കാറില്ലെന്നും തിരുവേഗപ്പുറ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ പറഞ്ഞു. തന്നെ അപകീർത്തിപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തുകയും FB പോസ്റ്റ് ഇടുകയും ചെയ്ത KT ജലീലിനെതിരെ നേതൃത്വവുമായി ആലോചിച്ച നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുഹൈൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സംസാരിക്കാറില്ല. താൻ ജലീലുമായി സംസാരിക്കുന്നത് സുഹൃത്താണ് റെക്കോർഡ് ചെയ്തത്. തനിക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്നെ അപകീർത്തിപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തുകയും FB പോസ്റ്റ് ഇടുകയും ചെയ്ത ജലീലിനെതിരെ നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും. ജലീൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ജലീൽ ഞാൻ വിളിക്കാറുണ്ട്, യൂത്ത് ലീഗുകാർ വിളിക്കാറുണ്ട്, പലരും വിളിക്കും. അതാണ് ജലീൽ പറഞ്ഞത്. അത് എന്റെ സഹപ്രവർത്തകരും നേതാക്കന്മാരും സംസാരിച്ചിട്ട് എന്റെ വേണ്ട നടപടികൾ. ഒറ്റ കാര്യം, ജലീൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ആളോട് ഇങ്ങനെ സഹകരണം തുടരാനും ഫോൺ ചെയ്യാനും ഈ പാർട്ടി നിന്ന് ചെയ്യാൻ പറ്റും? അങ്ങനെ എങ്ങനെ? നമ്മൾ പല എന്റെ സുഹൃത്തുക്കൾ CPM-കാരുണ്ട്. എന്റെ ഉറ്റ ഫ്രണ്ട്സുകൾ CPM-കാരാണ്. അവരായിട്ട് നമ്മൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ടാവും? ഇല്ലല്ലോ, ഒരു ജാഗ്രത. എന്റെ പാർട്ടിനെ ഒറ്റിക്കെടുക്കുന്ന ഒരു പ്രവൃത്തി എന്റെ ഭാഗത്തുനിന്നുണ്ട്. സുഹൃത്ത് എന്ന നിലയ്ക്ക് ബന്ധമാണ്. അപ്പോ ഈ വാർത്താ സമ്മേളനത്തിനും മറ്റും പേര് വലിച്ചടിച്ച് ആ സുഹൃത്ത് ബന്ധത്തിന് നിരക്കാത്ത രീതിയിൽ അത് എന്റെ സഹപ്രവർത്തകൻ, ഞാനിത് ഓപ്പണായിട്ട് ലൗഡ് സ്പീക്കറിട്ട് വിളിക്കുമ്പോൾ അടുത്തുള്ള സഹപ്രവർത്തകൻ ഇത് റെക്കോർഡ് എടുത്തിട്ട് വിട്ടുകൊടുത്തതാ. അതിൽ എന്റെ നേതാവിനെ ഞാൻ കുറ്റം പറയണില്ല. എന്റെ നേതാവിനെതിരെ എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ? ആ വോയിസ് നിങ്ങളടുത്തുള്ളതല്ലേ. താങ്കളുടെ പേര് പറയുന്നു. അതല്ല, അതുമായിട്ട് നമ്മൾ എന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് എന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നു. സുഹൈലിനെ പുറത്താക്കിയിട്ടില്ലെന്ന് യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ. ജലീലിന്റെ ആരോപണമല്ലാതെ സുഹൈലിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. KT ജലീൽ സുഹൈലിനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് FB പോസ്റ്റ് ഇട്ടിരുന്നു. ഫിറോസുമായി ബന്ധപ്പെട്ട് തനിക്ക് വിവരങ്ങൾ നൽകിയ സുഹൈലിനെ പുറത്താക്കിയെന്നായിരുന്നു പോസ്റ്റ്. അതിപ്പോൾ ജലീല് അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ഉണ്ടയില്ലാത്ത വെടികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വെടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. നിലവിൽ സുഹൈൽ തന്നെയാണ് തിരുവേഗപ്പുറ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ്. ഒരു തരത്തിലുള്ള നടപടികളും സംഘടനാപരമായിട്ട് സുഹൈലിനെതിരെ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു പാർട്ടി സംവിധാനം അനുസരിച്ച് ഒരു നടപടി എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. ആ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം എടുത്താൽ, നടപടിയെടുത്താൽ പാർട്ടി മുഖപത്രത്തിൽ അതിൻ്റെ വാർത്ത വരും. അത്തരത്തിൽ വല്ല വാർത്തയും ജലീലിൻ്റെ കൈവശം ഉണ്ടോ എന്നുള്ളത് ജലീലാണ് പറയേണ്ടത്. നിലവിൽ ജലീൽ ഇപ്പോൾ ലീഗിൻ്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് KT ജലീലാണ്. ആ രീതിയിലാണല്ലോ ജലീൽ പറയുന്നത്. ആ രീതിയിൽ സംസ്ഥാനത്തെ യൂത്ത് ലീഗിൻ്റെ പഴയ സെക്രട്ടറി എന്ന രീതിയിൽ എന്തെങ്കിലും നടപടി എടുത്തോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് പോലും സ്വന്തം വീടിനകത്ത് ഒരു കാര്യം പോലും അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതായും ഇതിനെല്ലാം മാറ്റം വരേണ്ടതുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ. ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ മിഷന്റെയും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അമ്മ മാനസം പദ്ധതി കേരളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനിമോൾ. നമ്മുടെ സമൂഹത്തെ
മാറ്റിയെടുക്കുന്ന വലിയ ഒരു പ്രക്രിയ നമുക്ക് ആരംഭിക്കണം. എന്തും നിനക്ക് ഇവിടെ പറയാം, അച്ഛൻ്റെ അമ്മയുടെ എന്തും പറയാം, നിന്നെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ട അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് കേരളം പോകുന്നത്. നിങ്ങൾ നോക്കൂ, വരുന്ന എല്ലാ സംഗതികളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ പോലും സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കാര്യം പറയാൻ പറ്റാതെ ആവുന്നു. ഒരുപാട് കേസുകളുണ്ട്. നമ്മൾക്ക് അറിയുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് പോലും അച്ഛനും അമ്മയോടും പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ഗർഭകാലം മുതൽ പ്രസവാനന്തരം വരെയുള്ള കാലത്തെ സ്ത്രീകളുടെ മാനസികാരോഗ്യം ലക്ഷ്യം വെച്ചാണ് അമ്മ മാനസം സംഘടിപ്പിക്കുന്നത്. കമ്മ്യൂണിറ്റി കൗൺസിലർ ഹേമ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, രമ മുരളി, B ഷാജിദ, ജില്ലാ എംപവർമെന്റ് ഓഫീസർ A അജിത, ബ്ലോക്ക് അംഗം നന്ദിനി, പഞ്ചായത്ത് സെക്രട്ടറി P സുരേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, ജെൻഡർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ A പ്രമീള സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി SY അസ്ലം നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ അമ്മമാരും കുഞ്ഞുങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും നവീകരിച്ച VHS കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഇതോടൊപ്പം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK സ്റ്റാർസ് പദ്ധതി മുഖേന നിർമ്മിച്ച 2 VHSS ക്ലാസ് മുറികളുടെയും MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച VHS കെട്ടിടങ്ങളെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ P മമ്മിക്കുട്ടി MLA പറഞ്ഞു. അതിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സാങ്കേതികമായി നമുക്ക് അനുമതി കിട്ടിയതെന്നുള്ളതുകൊണ്ടാണ് അവിടെ തന്നെ SSK ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായ ക്ലാസ് റൂം ഉണ്ടാക്കിയത്. നിലവിൽ പ്രവർത്തിക്കുന്ന 3 ക്ലാസ് റൂമിൽ ആശുപത്രി മറ്റൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ചോർച്ചയും വെയിലും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷകരമായ ചടങ്ങുകളുടെ നിർവഹണത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്വന്തമായ ഭൂമി നമുക്ക് പതിച്ചു കിട്ടിയാൽ അവിടെ നമുക്ക് ശക്തിയുള്ള, സ്ട്രോങ്ങുള്ള, കെട്ടുറപ്പുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടി പറയാം. ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെയാണ് ഗ്രൗണ്ട്, പൊതു ഗ്രൗണ്ടാണ്. സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, പഞ്ചായത്തിലൊരു കളിസ്ഥലം എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് MLA-മാരുടെ ആസ്തിവികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നീക്കിവെച്ചാൽ സ്പോർട്സ് കൗൺസിൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 50 ലക്ഷം കൂടി കിട്ടും. 2025 മാർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു. MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർ TK ബഷീർ, PTA പ്രസിഡന്റ് C ശ്രീദേവി, നൌഷാദ് അലി, THS സൂപ്രണ്ട് VB ഖദീഷ്, RT പ്രസാദ് തോമസ്, മുൻ PTA പ്രസിഡന്റ് TA സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ LR ഗീത സ്വാഗതവും P അഞ്ജുമോൾ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെ ഗ്രൗണ്ട് നവീകരണത്തിന് ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് ഗ്രൗണ്ട് നവീകരിക്കുമെന്ന് P മമ്മിക്കുട്ടി MLA STV ന്യൂസിനോട് പറഞ്ഞു. ഇതിന്റെ സാങ്കേതിക നടപടികൾ ആരംഭിച്ചതായും MLA കൂട്ടിച്ചേർത്തു. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കളിക്കാൻ കൂടുതൽ സൗകര്യങ്ങളില്ലാത്ത ഗ്രൗണ്ടാണ് നിലവിലുള്ളത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഗ്രൗണ്ട് നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് നവീകരണം നടപ്പാക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിലിൽ നിന്നും 50 ലക്ഷവും കൂടി 1 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണം നടപ്പാക്കുക. ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സാങ്കേതിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി P മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. അധികം വൈകാതെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. 1 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പരിധിയിൽ വരുന്ന ഈ ഗ്രൗണ്ടിന് 50 ലക്ഷം രൂപ MLA-യുടെയും 50 ലക്ഷം സർക്കാരിൻ്റെയും ഭാഗമായി 1 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികപരമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ ആ 1 കോടി രൂപയുടെ ഈ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാകും.
ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം താമസിക്കുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപത്തായി കഴിഞ്ഞ 40 വർഷമായി താമസിച്ചു വരുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നാണ് തിങ്കളാഴ്ച പട്ടാപകൽ സ്വർണവും പണവും കവർച്ച പോയത്. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന നാലകത്ത് ആനന്ദിയുടെ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷ്ടാക്കൾ അകത്ത് കിടന്നത്. 2 പവൻ സ്വർണവും 42,000 രൂപയുമാണ് മോഷണം പോയിരുന്നത്. പോലീസ് വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. മായന്നൂർ പാലത്തിന് സമീപത്തായി റെയിൽവേ ട്രാക്കിന് അരികിൽ പോലീസ് സ്ഥാപിച്ച സുരക്ഷാ ക്യാമറയിൽ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വീട്ടിലെ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത്. പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായി ബാങ്കിൽ പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 10 ദിവസം മുൻപ് പൊള്ളാച്ചിയിലെ മകളുടെ ആഭരണങ്ങൾ ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുവന്നത്. പണവും വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നതാണ്. മകൻ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് 10,000 രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. ഒറ്റപ്പാലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പക്ഷേത്രത്തിലായിരുന്നു ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരവും മറ്റു 2 ഭാഗങ്ങളിലുള്ള ഭണ്ഡാരങ്ങളും തകർത്താണ് മോഷണം നടന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഭണ്ഡാരങ്ങൾ തകർന്ന നിലയിൽ ആദ്യം കാണുന്നത്. കവർച്ചയ്ക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്ന മടവാളും നാളികേരൻ പൊതിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാരയും ക്ഷേത്രകുളത്തിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു ഭണ്ഡാരത്തിന് സമീപത്തു നിന്നും പൂട്ടും തകർന്ന നിലയിൽ കണ്ടെത്തി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാധാരണക്കാരിലേക്ക് ആയുർവേദത്തിലൂടെ ആരോഗ്യമെന്ന സന്ദേശം എത്തിക്കാൻ കഴിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിച്ച ആയുർവേദ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സാധാരണക്കാർക്ക് ആയുർവേദത്തോട് അകൽച്ച വരാനിടയാക്കുന്നത് ചികിത്സാ രീതികളും ചിലവുമാണ്. ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പാരമ്പര്യവും തനിമയും ചോരാതെ മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റം ശ്ലാഘനീയമാണ്. സാധാരണക്കാരുടെ ജീവിത രീതിയും തൊഴിലും ആയുർവേദ ചികിത്സയുമായി ഒത്തുപോവാത്ത രീതിക്കും മാറ്റം വരേണ്ടതുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഔഷധത്തോട്ടങ്ങളാക്കി മാറ്റുന്നതിലൂടെ ആയുർവേദത്തിനും സമൂഹത്തിനും ഒരുപോലെ ഗുണകരമാവുമെന്നും ബിനുമോൾ പറഞ്ഞു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ബിനുമോൾ നിർവഹിച്ചു. ആയുർവേദം DMO ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ചു. പ്രോജക്ട് മാനേജർ ഡോക്ടർ സുനിത KS, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ജയകൃഷ്ണൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P എഡിസൺ, പ്രമോദ് PS, സുർജിത് M, അരുൺകുമാർ RS, ശരവണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ യന്ത്ര ഉപകരണങ്ങളുടെ വാടക 10 മുതൽ 20% വരെ വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ 30 വർഷമായി വാടക നിരക്കിൽ വർധനവ് വരുത്തിയിട്ടില്ല. അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് വാടക വർധനയ്ക്ക് നിർബന്ധിതരാക്കിയതെന്ന് സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്പെയർ പാർട്സ്, ഇന്ധനം എന്നിവയുടെ വിലവർധനവ് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഭീമമായ നികുതിയാണ് ഈടാക്കുന്നത്. നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്കും തൊഴിലാളികളുടെ വേതനവും പല മടങ്ങ് വർദ്ധിച്ചപ്പോഴും യന്ത്രോപകരണങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചിട്ടില്ല. വിദേശ കമ്പനികൾ ഏറ്റെടുക്കുന്ന കേരളത്തിലെ നിർമ്മാണ പ്രവൃത്തികളിൽ 50% യന്ത്ര ഉപയോഗം കേരളത്തിലുള്ളവർക്കായി മാറ്റിവെക്കണമെന്നും സമീർ ബാബു ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് റഷീദ്, സെക്രട്ടറി വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോങ്ങാട് തിരുമന്ധാംകുന്ന് ദേവസ്വത്തിന് കീഴിലുള്ള പുത്തൻകുളം ഉടൻ നവീകരിക്കണമെന്ന് കാവുനട കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുളം നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുളക്കടവിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. DCC അംഗം CN ശിവദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് തിരുമന്ധാംകുന്ന് ദേവസ്വത്തിന് കീഴിലുള്ള പുത്തൻകുളം മാസങ്ങളായി വൃത്തികേടായി കിടക്കുകയാണ്. മഴക്കാലത്ത് കടപുഴകി വീണ ആൽമരം പൂർണ്ണമായും കുളത്തിനുള്ളിലാണ് കിടക്കുന്നത്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളത്തിൽ ഇലകളും ചില്ലകളും ചീഞ്ഞ് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. അസഹ്യമായ ദുർഗന്ധം മൂലം കുളം ഉപയോഗശൂന്യമാണ്. മസ്തിഷ്ക ജ്വരം പോലുള്ള മാറാവ്യാധികൾ പടരുന്ന ഈ കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പുത്തൻകുളം അടിയന്തരമായി വൃത്തിയാക്കണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പുത്തൻവീട്ടിൽ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു.
വാർഡ് മെമ്പർ പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ടി വി രാമദാസ്, സി എ കൃഷ്ണകുമാർ, കെ എ ആദം ഖാൻ, പി സി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കാലപ്പഴക്കം ചെന്ന നൂറ്റാണ്ട് പഴക്കമുള്ള എന്ന് പറയാവുന്ന ഒരു കുളമാണ് പുത്തൻകുളം. എല്ലാ ജനവിഭാഗങ്ങളും കുളിക്കാനും മറ്റ് ജലസേചന പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്ന ഈ കുളം അടിയന്തരമായി ശുചീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഈ വാർഡിലെ കാവുനട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വരകളുടെയും വർണ്ണക്കൂടുകളുടെയും ലോകത്ത് വിസ്മയമായി പെരുങ്ങോട്ടുകുറിശി സ്വദേശി കുമാർ. ഇതുവരെ വരച്ചു തീർത്തത് കണ്ണഞ്ചിപ്പിക്കുന്ന 225 ചിത്രങ്ങൾ. വീട്ടിൽ രാംകുമാർ ആർട്ട് ഗാലറി ആൻഡ് ഓഡിയോ ഹൗസ് എന്ന പേരിൽ ആർട്ട് ഗാലറിയും സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ കുമാർ ഇന്ന് പോലീസ് വകുപ്പിൽ 35 വർഷങ്ങളുടെ സേവനത്തിനു ശേഷം പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി വിരമിച്ച ശേഷം ചിത്രകലയിൽ ഇടം കണ്ടെത്തുകയായിരുന്നു. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിത്രകലയിൽ താൽപ്പര്യം തോന്നിയത്. ക്ലാസ്സിൽ കൂട്ടുകാർ പലവിധ ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കി നിൽക്കെയാണ് താൽപ്പര്യം ജനിക്കുന്നത്. 10ാം ക്ലാസ്സിലെത്തുന്നതുവരെ പെൻസിൽ കൊണ്ട് പലവിധ ചിത്രങ്ങൾ വരച്ച് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഡിഗ്രി പഠനത്തിനിടയ്ക്കാണ് ക്യാൻവാസിൽ ജലഛായം ഉപയോഗിച്ചും മറ്റും ചിത്രം വരയ്ക്കാൻ പ്രാപ്തി നേടിയത്. പോലീസ് വകുപ്പിൽ ജോലി കിട്ടിയതോടെ വരകളുടെയും നിറക്കൂട്ടുകളുടെയും ലോകത്തോടെ താൽക്കാലികമായി വിടവാങ്ങി. 25 വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്കു ശേഷം 2009 വീണ്ടും വരയുടെ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുകയായിരുന്നു. ഔദ്യോഗിക ജോലി തിരക്കിനിടയിൽ കാര്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ചിത്രകലയിൽ മുഴുവൻ സമയവും നീക്കിവയ്ക്കുകയായിരുന്നു. വീട്ടിൽ സ്വന്തമായി രാംകുമാർ ആർട്ട് ഗാലറി ആൻഡ് ഓഡിയോ ഹൗസ് എന്ന പേരിൽ ആർട്ട് ഗാലറി സ്ഥാപിച്ചിട്ടുണ്ട്. MT ബഷീർ ഉൾപ്പെടെ നിരവധി സാഹിത്യകാരന്മാരും സമുന്നതരായ രാഷ്ട്രീയ ഭരണകർത്താക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും സിനിമാ ലോകത്തെ പ്രമുഖരും ഉൾപ്പെടെ ഒട്ടേറെ യശശരീരന്മാരായ വ്യക്തിത്വങ്ങളുടെ ചിത്രം കുമാറിന്റെ ഗാലറിയിലുണ്ട്. ആദ്യം ബേസിക് ആര് പഠിക്കേണ്ടതും ഇതൊക്കെ ഞാൻ മറ്റു പലരുടെ അനുഭവങ്ങളിൽ നിന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതും ഞാൻ സ്വയം ഇതെല്ലാം എനിക്ക് പഠിക്കാൻ വേണ്ടി സ്വയം വരച്ച് പഠിച്ചതാണ്. അതൊക്കെ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എല്ലാം വഴി. അപ്പം ആദ്യം പെൻസിൽ ഡ്രോയിങ്, പിന്നെ വാട്ടർ കളറ്, പിന്നെ പോസ്റ്റർ കളറ്, അത് കഴിഞ്ഞിട്ട് അക്രിലിക് പെയിൻറ്, അത് കഴിഞ്ഞ് ഓയിൽ പെയിൻറ്. അതിൻ്റെ ഇത്ര മീഡിയത്തിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇനി ചാർക്കോളുണ്ട്, അങ്ങനെ കുറേ മീഡിയംസ് ഇനിയുണ്ട്. പിന്നെ ഈ ചുമർ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ അത് വരയ്ക്കാൻ പ്രത്യേക വൈദഗ്ധ്യം കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഞാനൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ശാസ്ത്രീയമായി പഠിക്കാത്ത കൊണ്ട് നമുക്കത് ഒരാളെ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ നമുക്കൊരു ആധികാരികത ഇല്ലാതെ വരും. പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് പോലെ ഞാനത് പൂർണ്ണമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്ത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വരയ്ക്കും. പ്രകൃതി ഭംഗി തുളുമ്പുന്ന നിരവധി ചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം കഴിവിലും പരിശ്രമത്തിലൂടെയും കാൽനൂറ്റാണ്ടിന്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതും വരച്ചെടുത്തതുമായ ചിത്രങ്ങൾ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കുമായി പ്രദർശനം ഒരുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക പിൻബലത്തിന്റെ കുറവ് ഈ കലാകാരന്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയാണ്. ഭാര്യയും 2 മക്കളും അച്ഛന്റെ വരയുടെ വഴിയിൽ സഹായിയായി ഉണ്ടെന്നതാണ് ആശ്വാസം. ഇത്രയധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചു തീർത്ത കുമാറിലെ കലാകാരനെ പുറം ലോകത്തെത്തിക്കണമെന്ന് ആർട്ട് ഗാലറി സന്ദർശിച്ചവരൊക്കെ അഭിപ്രായപ്പെടാറുണ്ടെങ്കിലും ഇതിനെല്ലാം മുന്നേ നടക്കേണ്ട സാമ്പത്തിക സൗകര്യങ്ങളുടെ കുറവ് എന്നും ഒരു നീറ്റലായി ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പ്രദർശനമൊരുക്കാൻ പഞ്ചായത്തോ സർക്കാരോ സന്നദ്ധ സംഘടനകളോ സ്ഥലം സൗകര്യം ഒരുക്കിത്തന്നാൽ തന്റെ കാൽനൂറ്റാണ്ടിന്റെ അധ്വാനത്തിന്റെ സഫലീകരണമായിരിക്കുമെന്നാണ് ആയിരക്കണക്കിന് ചിത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അറിയപ്പെടാത്ത കലാകാരനായ കുമാർ പറയുന്നത്. കുമാറിനെ അറിയുന്ന അപൂർവം സുഹൃത്തുക്കൾ കുടുംബസമേതം ആർട്ട് ഗാലറി സന്ദർശിക്കാനെത്താറുണ്ട്. സന്ദർശിച്ചവരൊക്കെ വരകളുടെ വൈദഗ്ധ്യം കണ്ട് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് മടങ്ങാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമ്പലപ്പാറ പഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. സ്നേഹത്തൂവൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അമ്പലപ്പാറ ആശുപത്രി മെഡിക്കൽ വിഭാഗത്തിന്റെ പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു. കോമഡി ഉത്സവം ഫെയിം സമദ് കോട്ടപ്പുറം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
എം ബിന്ദു, വാർഡ് മെമ്പർമാരായ വിനിത PU, വിജിത A, ധന്യ PB, സൗദ സലീം, ധന്യ V, ഗംഗാധരൻ P ലത, സനീഷ് M, T ഷമീർ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ N രാധ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജിങ്കള സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദനച്ചോപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ജീനെ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ജീനെ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി ഉപഹാര സമർപ്പണം നടത്തി. വാർഡ് മെമ്പർ താജുനിസ, പ്രിൻസിപ്പൽ M പ്രീതി, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ, SMC ചെയർമാൻ സബീർ KS, മാതൃസംഘം പ്രസിഡന്റ് ചിത്രലേഖ, അധ്യാപകരായ പ്രീത V, ദീപ MS, ഫവാസ് മൂസ, സിമി ജോസ്, ജോയ്സി VG, വിദ്യാർത്ഥി പ്രതിനിധികളായ ഗായത്രി VV, അഖില TR തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ചന്ദനപ്പുറം മഖാം പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. റാലി പത്തിരിപ്പാല ടൗണിൽ സമാപിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് അകമ്പടിയേകി. റാലിയുടെ സമാപനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അത് ത്രൈമാസ ക്യാമ്പ്, അതുപോലെ SYS ചതുർമാസ ക്യാമ്പ്, SKS ദ്വൈമാസ ക്യാമ്പ്, അതുപോലെ നമ്മുടെ SB ഉൾപ്പെടെയുള്ള SKMMA ഉൾപ്പെടെയുള്ള SCA ഉൾപ്പെടെയുള്ള എല്ലാ പോഷക സംഘടനകളും പ്രത്യേകിച്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഈ മാസങ്ങളൊക്കെ മുത്തുനബിയുടെ ആ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദീനീ ദാവത്തിന് ഉപയോഗപ്രദമായ രീതിയിലാണ് ഇതൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. ഓരോ മഹല്ല് തലത്തിലും ഓരോ മദ്രസ കേന്ദ്രീകരിച്ചും പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞു. അതിന് സമാപനം എന്നോണാണ് നമ്മൾ ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ബാങ്ക് ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പൂർണ്ണമായ ആശീർവാദത്തോടുകൂടി ഒറ്റപ്പാലം മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ നടത്തിയത്. SYS ജില്ലാ സെക്രട്ടറി PM യൂസഫ് അധ്യക്ഷത വഹിച്ചു. കബീർ അൻവരി നാട്ടുകാൽ മിലാദ് സന്ദേശം നൽകി. ഹംസ ലത്തീഫി, ജാബിർ ഫൈസി, ശിഹാബ് കമാലി ഒറ്റപ്പാലം, മജീദ് ഫൈസി, ഫാറൂഖ്, ബഷീർ അസ്ഹരി, PMA ജലീൽ, PA ഷൗക്കത്ത് അലി, ഷാഫി മാസ്റ്റർ, നൌഷാദ് ലക്കിടി, ഹംസ ഫൈസി, മുഷ്താഖ്, PM റഫീഖ്, ജാഫർ യമാനി, KC മുഹമ്മദ് ഫൈസി, CM ബഷീർ പത്തിരിപ്പാല, ജബ്ബാർ മങ്കര, ജംഷീർ അൻസ്വരി, PA അസനാർ ഹാജി, സാലിം അൻവരി, അബൂബക്കർ ഹിഷാമി എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഗോവിന്ദൻ നായർ, ബാലകൃഷ്ണൻ, മോഹനചന്ദ്രൻ, R സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികളും സംഗീത കച്ചേരിയും നടന്നു. മാറ്റുലി. കേന്ദ്രഭരണം ഉപയോഗിച്ച് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ മുടക്കാൻ UDF സഹായത്തോടെ BJP ശ്രമിക്കുന്നതായി CITU പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം ആരോപിച്ചിരിക്കുന്നു. ഈ ആരോപണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റുലിയിലേക്ക്. ഒമ്പത് വർഷക്കാലമായിട്ട് LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനോപരമായ കാര്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് NDA സർക്കാർ കേരളത്തിനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതിനെ മറപിടിച്ചുകൊണ്ട് UDFും ഇലക്ഷൻ്റെ ഭാഗം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ UDF ഇപ്പോൾ അവർക്ക് BJPയുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടരുകയാണ്. അപ്പോൾ CITU കൗൺസിൽ എടുത്ത തീരുമാനം ആരോപണം 100% ശരിവെക്കുന്നതാണ്. നിലവിൽ കേരളത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം തങ്ങൾക്ക് അധികാരം കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് UDF ഇതിൽ സർവത്ര ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നതിൽ അവർ ഏറ്റവും നല്ല ശ്രമം നടത്തി വരുന്നുണ്ട്. BJPയോടൊപ്പം ചേർന്നത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ UDF സർക്കാർ നടത്താൻ നടത്താൻ പറ്റില്ല എന്നുള്ള അത്തരം പ്രവർത്തനങ്ങൾ വരെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ഏത് പ്രതിസന്ധികൾക്കിടയിലും അത് വളരെ ധീരമായി വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രവർത്തികളുടെയും പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പലതും പൂർത്തീകരിച്ചു. എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 എന്നുള്ളത് മറ്റുള്ളവർ തന്നെ അഭിപ്രായപ്പെടുകയാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചതിൽ കടപ്പെട്ടത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ഇടത് സർക്കാരിന്റെ മുഖം വികൃതമാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായി അയ്യപ്പ മഹാസംഗമം മാറിയെന്നും VD സതീശൻ. രാഹുൽ വിഷയത്തിൽ ആരും ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്നും ഘടകകക്ഷികളെയും രാഹുലിനെതിരെ എടുത്ത നടപടി അറിയിച്ചിട്ടുണ്ടെന്നും VD സതീശൻ. പാലക്കാട് UDF നയവിശദീകരണ യോഗം. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നഗരസഭാ ഓഫീസിലേക്ക് CPM മാർച്ച്. BJPയുടേത് രാഷ്ട്രീയ അല്പത്തരമെന്നും സുരേഷ് ബാബു. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെയുള്ള KT ജലീലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. രാഹുലിന് എതിരായ ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ താൽപര്യം. തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് വികസനമെന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്നും മരക്കാർ മാരായമംഗലം. KT ജലീലിന് വിവരങ്ങൾ ചോർത്തി നൽകി എന്ന ആരോപണം നേരിടുന്ന തിരുവേഗപ്പുറ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ. തന്നെ അപകീർത്തിപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തുകയും FB പോസ്റ്റ് ഇടുകയും ചെയ്ത KT ജലീലിനെതിരെ നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടിയെന്നും തിരുവേഗപ്പുറ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ. ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് പോലും സ്വന്തം വീട്ടിനകത്ത് ഒരു കാര്യം പോലും അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതായും ഇതിനെല്ലാം മാറ്റം വരണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ. അമ്മ മാനസം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കേരളശ്ശേരിയിൽ. പദ്ധതി പ്രാവർത്തികമാക്കുന്നത് പഞ്ചായത്ത് കുടുംബശ്രീയുടെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ 1 കോടി രൂപ ചിലവിൽ ഗ്രൗണ്ട് നവീകരണം നടപ്പാക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. സാങ്കേതിക നടപടികൾ ആരംഭിച്ചതായും വൈകാതെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നും MLA. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും നവീകരിച്ച VHS കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം MLA നിർവഹിച്ചു.
ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം താമസിക്കുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചു. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. 10,000-ഓളം രൂപ മോഷണം പോയതായി നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.